ഹലോ മൈഡേഴ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ പുതിയ ടെക്സ്റ്റിനകത്തുള്ള ചാപ്റ്റർ 3 ആണ്. സാമൂഹിക വിശകലനം, സാമൂഹിക ശാസ്ത്ര സങ്കല്പത്തിലൂടെ ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പം പുതുതായിട്ട് 2025 ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10th ലെവൽസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത് പാർട്ട് 1 മാത്രമേ പബ്ലിഷ് ചെയ്തിട്ടുള്ളൂ. നോക്കാം. വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തികൾ ലോകത്തെ കുറിച്ച് നേടുന്ന അടിസ്ഥാന ദൈനംദിന ധാരണയാണ് സാമാന്യ ബോധജ്ഞാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമാന്യ ബോധജ്ഞാനം അതായത് വ്യക്തിപരമായ അനുഭവങ്ങൾ, സാമൂഹിക ഇടപെടലുകൾ, സാംസ്കാരിക അറിവുകൾ എന്നിവയിലൂടെ വ്യക്തികൾ ലോകത്തെക്കുറിച്ച് നേടുന്ന അടിസ്ഥാന ദൈനംദിന ധാരണ. സമൂഹത്തിന് അഭികാമ്യമല്ലാത്തതോ ഹാനികരമോ ആയി ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സാമൂഹിക പ്രശ്നം. ഇതെല്ലാം നമുക്ക് പണ്ട് കുടുംബങ്ങൾ, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരീക്ഷയ്ക്ക് അത് വരത്തില്ലായിരുന്നു. പ്രത്യേകിച്ച് LP UPക്കും നോർമൽ LDC LGSനും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് ഇത് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ സാമൂഹിക പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാനികരമോ സമൂഹത്തിന് അഭികാമ്യമോ അല്ലാത്ത കാര്യങ്ങളോട് ചേർന്നിട്ട് വരുന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും അടുത്തത്, സാമൂഹിക പ്രശ്നത്തിന് ഉദാഹരണമാണ് ദാരിദ്ര്യം, അസമത്വം, വിവേചനം, പരിസര മലിനീകരണം എന്നിവ സാമൂഹിക പ്രശ്നത്തിന് ഉദാഹരണങ്ങൾ ആണ്. സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് വ്യക്തിഗത അനുഭവങ്ങളിലൂടെയും പൊതു നിരീക്ഷണങ്ങളിലൂടെയുമാണ്. സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത് വ്യക്തിഗത അനുഭവങ്ങളിലൂടെയും പൊതു നിരീക്ഷണങ്ങളിലൂടെയുമാണ് സാമാന്യ ബോധജ്ഞാനം ഉണ്ടാകുന്നത്. സാമാന്യവൽക്കരിച്ച വിശ്വാസങ്ങളെയോ ആശയങ്ങളെയോ ഏത് പദം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്? വാർപ്പു മാതൃക. സാമാന്യവൽക്കരിച്ച വിശ്വാസങ്ങളെയോ ആശയങ്ങളെയോ വാർപ്പു മാതൃക എന്ന പദം കൊണ്ടാണ് അർത്ഥമാക്കുന്നത്. സാമാന്യ ബോധജ്ഞാനം പലപ്പോഴും ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല രൂപീകൃതം ആകുന്നത്. ഇപ്പൊ സാമാന്യ ബോധജ്ഞാനം ഒരിക്കലും ശാസ്ത്രീയമായിട്ടുള്ള നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല രൂപീകൃതം ആകുന്നത്. ഇനി സാമാന്യ ബോധജ്ഞാനം ഉപയോഗിച്ച് വ്യക്തിഗത പ്രശ്നങ്ങളെയോ സാമൂഹിക പ്രശ്നങ്ങളെയോ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. വ്യക്തിഗത പേഴ്സണൽ പ്രശ്നങ്ങളായാലും സോഷ്യൽ പ്രശ്നങ്ങളായാലും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാമാന്യ ബോധജ്ഞാനം ഉപയോഗിച്ച് പറ്റത്തില്ല. സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടനകൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്ന് പരിശോധിക്കുന്ന പ്രക്രിയയാണ് സാമൂഹിക വിശകലനം. അതായത് സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടനകൾ, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിവ വ്യക്തികളെയും സമൂഹത്തെയും എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്ന് പരിശോധിക്കുന്നു സാമൂഹിക വിശകലനം. സമൂഹത്തിൽ വ്യക്തികൾ പരസ്പരം രൂപപ്പെടുത്തുന്ന ബന്ധങ്ങൾ, ഇടപെടലുകൾ എന്നിവയാണ് സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ. വ്യക്തികൾ പരസ്പരം രൂപപ്പെടുത്തുന്ന ബന്ധങ്ങൾ, ഇടപെടലുകൾ എന്നിവയാണ് സാമൂഹിക ബന്ധങ്ങൾ. ഇനി സാമാന്യ ബോധജ്ഞാനത്തിന്റെ പരിമിതികൾ എന്ന് പറയുന്നത് ഭാഗികമായിട്ടുള്ള അറിവുകൾ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. സങ്കീർണമായിട്ടുള്ള സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയത്തില്ല. ശീലങ്ങളോ ഊഹ അബാഹം എന്താണ് പറഞ്ഞത്, ഊഹാപോഹം എന്നൊക്കെ പറഞ്ഞത്, ഊഹാപോഹങ്ങളെയോ ആശ്രയിക്കുന്നു. വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കുന്നു. ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളുടെയോ പഠനങ്ങളുടെയോ അടിസ്ഥാനമല്ല. ഇതിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. സാമാന്യ ബോധജ്ഞാനം കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഒന്നുമില്ല, എല്ലാം അപൂർണമായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇത് വരുന്നത് നോർമലി ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞത്. കുറച്ചൊക്കെ അറിവുകൾ മാത്രമേ നൽകുന്നുള്ളൂ. സങ്കീർണമായ സാമൂഹിക പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് വാർപ്പ് മാതൃക എന്ന് പറഞ്ഞിരിക്കുന്നത് കുറച്ച് വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ. ഇപ്പൊ നമുക്കൊരു സോഷ്യലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ ആ കമന്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയക്കകത്തുള്ള ആൾക്കാരുടെ ഒരു പൊതുവികാരം മനസ്സിലാക്കാൻ പറ്റത്തില്ലേ? അപ്പൊ അതൊക്കെയാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ട്. അതായത് അവരവർ ജീവിച്ച സാഹചര്യങ്ങളും അവരവർക്ക് മനസ്സിലുണ്ടാവുന്ന വിശ്വാസങ്ങളും എല്ലാം നമ്മുടെ അഭിപ്രായത്തില് സ്വാധീനിക്കും. ഇനി സാമൂഹിക വിശകലനത്തിനായി സമൂഹശാസ്ത്രത്തിൽ പ്രയോഗിക്കുന്ന പ്രധാന സങ്കല്പങ്ങൾ ആണ് സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു സങ്കല്പമാണ് സാമൂഹിക ബന്ധങ്ങൾ. ഇനി സാമൂഹിക സ്ഥാപനങ്ങളും സാമൂഹിക ഘടനയും ഈ പ്രധാനപ്പെട്ട സങ്കല്പങ്ങൾ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അത് പഠിച്ചു വെക്കണം. സാമൂഹിക ബന്ധങ്ങളെ സുസ്ഥിരമാക്കാനും നിയന്ത്രിക്കാനും ചെയ്യുന്നതിനായി സമൂഹം സ്ഥാപിക്കാനുള്ള ക്രമങ്ങളുടെ ചട്ടക്കൂടാണ് സാമൂഹിക സ്ഥാപനങ്ങൾ. ഇത് വായിക്കുന്നതന്നെ അത്ര സ്മൂത്ത് ആയിട്ട് നമുക്ക് തോന്നത്തില്ല. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അത് ശരിക്കും റാങ്ക് മേക്കിങ്ങാണ്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയ്ക്കകത്ത് ഒരു 3-4 മാർക്കിന് അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എന്താണ് രാഷ്ട്രം എന്നത് എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ.
ആ എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ സാമൂഹിക വിശകലനത്തിനായിട്ട് സമൂഹ ശാസ്ത്രത്തിൽ പ്രയോഗിക്കുന്ന പ്രധാനപ്പെട്ട സങ്കല്പങ്ങളാണ് സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടന. ഇപ്പൊ ചട്ടക്കൂടിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, സാമൂഹിക സ്ഥാപനം. ഇനി വ്യക്തികൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, പങ്ക്, നിലനിൽപ്പ്, ഉത്തരവാദിത്വം തുടങ്ങിയവ വിശദീകരിക്കുകയും പ്രവർത്തകമാക്കുകയും ചെയ്യുന്നത്. വ്യക്തികൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, പങ്ക്, നിലനിൽപ്പ്, ഉത്തരവാദിത്വം തുടങ്ങിയവ വിശദീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത്. ഇനി സാമൂഹിക ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വ്യക്തികൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, പങ്ക്, നിലനിൽപ്പ്, ഉത്തരവാദിത്തം തുടങ്ങിയവയും വിശദീകരിക്കുന്നതും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് സാമൂഹിക ഘടനയാണ്. താപ്പോട്ട് കണ്ടന്റ് അത് താഴോട്ട് പോയതാണ്. സാമൂഹിക ഘടനയാണ്. വ്യക്തികൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, പങ്ക്, നിലനിൽപ്പ്, ഉത്തരവാദിത്തം തുടങ്ങിയവ വിശദീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് സാമൂഹിക സ്ട്രക്ചറാണ്. ഇത് സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ചട്ടക്കൂടാണ്. ഇനി നമുക്ക് സാമൂഹിക ബന്ധങ്ങൾ എന്താണ്? കുറച്ചിരിക്കുന്ന, അതായത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന ബന്ധങ്ങൾക്ക് പറയുന്ന പേരാണ് സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറയുന്നത്. അതായത് സമൂഹത്തിൽ വ്യക്തികൾ പരസ്പരം രൂപപ്പെടുത്തുന്ന ബന്ധങ്ങൾ, ഇടപെടലുകൾ എന്നിവയെ സമൂഹ ബന്ധങ്ങൾ. ഈ മൂന്ന് കണ്ടന്റും നമ്മൾ പഠിച്ചു വെക്കണം. സാമൂഹിക ബന്ധങ്ങൾ എന്താണ്, സാമൂഹിക സ്ഥാപനങ്ങൾ എന്താണ്, സാമൂഹിക ഘടന എന്താണ് എന്നിട്ടുള്ള കാര്യങ്ങൾ. സാമൂഹിക ബന്ധങ്ങൾ എന്ന് പറഞ്ഞത് സമൂഹത്തിൽ വ്യക്തികൾ പരസ്പരം രൂപപ്പെടുത്തുന്ന ബന്ധങ്ങൾ. സമൂഹ സ്ഥാപനം എന്താണ്? സമൂഹം സ്ഥാപിക്കുന്ന ക്രമങ്ങളുടെ ചട്ടക്കൂട് ആണ് ഏതെന്ന് പറയുന്നത് സാമൂഹിക സ്ഥാപനങ്ങൾ. ഇപ്പൊ ഒരു സ്ഥാപനമാണെങ്കിൽ ആ വിദ്യാഭ്യാസത്തിൽ തുറക്കുന്ന സമയം കാണും, അവിടെ ഇരിക്കുന്ന രീതി കാണും, അങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ചട്ടക്കൂടാണ്. ഇനി വ്യക്തികൾക്കുള്ള സമൂഹത്തിലുള്ള സ്ഥാനം, പങ്ക്, നിലനിൽപ്പം, ഓരോ വ്യക്തികളുടെയും റെസ്പോൺസിബിലിറ്റി തുടങ്ങിയവയെല്ലാമാണ് ഒരു സമൂഹത്തിന്റെ ഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സാമൂഹികമായിട്ടുള്ള ഘടകങ്ങൾക്കകത്ത് വരുന്നത് വ്യക്തികളുടെ പെരുമാറ്റം, മനോഭാവം, അവസരങ്ങൾ, തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയെ സ്വാധീനിക്കുന്ന സമൂഹത്തിലെ വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സാമൂഹിക ഘടകങ്ങൾ. അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. വ്യക്തികളുടെ പെരുമാറ്റം, മനോഭാവം, അവസരങ്ങൾ, തെരഞ്ഞെടുപ്പ് തുടങ്ങിയവയെ സ്വാധീനിക്കുന്ന സമൂഹത്തിലെ വിവിധ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സാമൂഹിക ഘടകങ്ങൾ. കുടുംബം, വിദ്യാഭ്യാസം, സമപ്രായ സംഘങ്ങൾ, മതം, ജാതി വ്യവസ്ഥ, സാമ്പത്തിക നില, പരിസ്ഥിതി, സാംസ്കാരിക വഴക്കങ്ങൾ, മൂല്യങ്ങൾ, ഭരണ സംവിധാനങ്ങൾ, രാഷ്ട്രീയം, സാങ്കേതിക വിദ്യ, മാധ്യമങ്ങൾ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഇപ്പൊ സാമൂഹിക ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഇൻ ഓൾ ആയിട്ട് വരും. വ്യക്തികളുടെ പെരുമാറ്റമായിക്കോട്ടെ, മനോഭാവം, അവസരങ്ങൾ, തെരഞ്ഞെടുപ്പ്, ഇതെല്ലാം അതിനകത്ത് വരും. കൂടാതെ സാമ്പത്തിക നില, ജാതി വ്യവസ്ഥ, മതം, വിദ്യാഭ്യാസം, മാധ്യമങ്ങൾ, എല്ലാ കാര്യങ്ങളും ഈ സാമൂഹിക ഘടകങ്ങൾക്കകത്ത് വരുന്നതാണ്. വ്യക്തിഗത പ്രശ്നങ്ങൾ വിശാലമായ സാമൂഹിക ഘടനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തി ശാസ്ത്രം വിശകലനം ചെയ്യാനുള്ള നൈപുണിയാണ് സമൂഹ ശാസ്ത്ര സങ്കല്പം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹ ശാസ്ത്ര സങ്കല്പങ്ങൾ, അതായത് പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ വിശാലമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തി അതിനെ ഒന്ന് അനാലിസിസ് ചെയ്യാനുള്ള ഒരു സ്കില്ലാണ് സമൂഹ ശാസ്ത്ര സങ്കല്പം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകം രചിച്ചത്, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന പുസ്തകം രചിച്ചത് ചാൾസ് റൈറ്റ് മിൽസ് ആണ്. ചാൾസ് റൈറ്റ് മിൽസ്. സമൂഹശാസ്ത്ര സങ്കല്പത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സങ്കല്പമാണ്, അതായത് നമ്മൾക്ക് ഒരു ഇമാജിനേഷൻ മൂലം സമൂഹശാസ്ത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ, വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നു. പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ആ ഒരു നിരീക്ഷണമൊക്കെ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നു. അനുതാപവും സഹിഷ്ണുതയും വളർത്തുന്നു. വിമർശനാത്മക ചിന്ത വളർത്തുന്നു. ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യുന്നു. സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു. സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നു. അനുതാപവും സഹിഷ്ണുതയും വളർത്തുന്നു. വിമർശനാത്മക ചിന്ത വളർത്തുന്നു. ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇപ്പോഴത്തെ കാലത്ത് കുറെ കൂടെ കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് വരുന്നത്. ഇപ്പൊ സമൂഹശാസ്ത്ര സങ്കല്പത്തിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എന്താണ്? വ്യക്തിഗത വീക്ഷണത്തെ വിശാലമാക്കുന്നു, സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നു, സ്വയം പ്രതിഫലനം സാധ്യമാക്കുന്നു, അനുതാപവും സഹിഷ്ണുതയും വളർത്തുന്നു, വിമർശനാത്മക ചിന്ത വളർത്തുന്നു, ഗുണാത്മകമല്ലാത്ത വഴക്കങ്ങളെ ചോദ്യം ചെയ്യുന്നു. അതായത് നല്ലത് കണ്ടാലും ചീത്ത കണ്ടാലും നമ്മൾക്ക് അത് വേണമെങ്കിൽ മറ്റുള്ളവരോട് സഹതാപം തോന്നാനും, ഇനിയും തെറ്റായ പ്രവൃത്തിയാണ് അല്ലെങ്കിൽ തെറ്റായ ഒരു വാക്കാണ് വേറൊരു വ്യക്തി പറഞ്ഞതെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനും എല്ലാം നമ്മളിപ്പം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പൊ അതാണ് കൂടുതലായിട്ടും ഈ സമൂഹ ശാസ്ത്ര സങ്കല്പത്തിന്റെ പ്രത്യേകതകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും ഒരു സാമൂഹിക പ്രശ്നം എന്ന് പറയുന്നത് സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ അവസ്ഥയാണ് സാമൂഹിക പ്രശ്നം. ഒരു വ്യക്തിയെയോ ഏതാനും വ്യക്തികളെയോ മാത്രം ബാധിക്കുന്ന പ്രശ്നങ്ങൾ സമൂഹ പ്രശ്നമായി മാറാറില്ല. സമൂഹത്തിന് അഭികാമ്യമല്ലാത്തതോ ഹാനികരവുമായി സാമൂഹിക പ്രശ്നത്തെ കാണുന്നു. എക്സാമ്പിളാണ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ദാരിദ്ര്യം, അസമത്വം, വിവേചനം, പരിസര മലിനീകരണം തുടങ്ങിയവയെല്ലാം സാമൂഹിക പ്രശ്നമാണ്. സമൂഹശാസ്ത്രം എന്ന് പറയുന്നത് സമൂഹത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സമൂഹശാസ്ത്രം. സമൂഹശാസ്ത്രത്തിന് സമൂഹത്തിലെ ബന്ധങ്ങളെയും സാമൂഹിക സ്ഥാപനങ്ങളെയും ഘടനകളെയും നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനും സാധിക്കുന്നു. സമൂഹശാസ്ത്രത്തിന്റെ ആദ്യകാല ചിന്തകരിൽ പ്രമുഖരായിരുന്നു കാൾ മാർക്സ്, എമിൽ ദുർഖീം, മാക്സിം വെബർ തുടങ്ങിയവ. സമൂഹ വിശകലനത്തിനായിട്ട് സമൂഹശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സങ്കല്പങ്ങളാണ് സാമൂഹിക ബന്ധങ്ങൾ, സാമൂഹിക സ്ഥാപനങ്ങൾ, സാമൂഹിക ഘടന. അത് നമ്മൾ മുമ്പേ പറഞ്ഞല്ലോ. ഇനി സമൂഹത്തിൽ വ്യക്തികൾ പരസ്പരം രൂപപ്പെടുത്തുന്ന ബന്ധങ്ങൾ, ഇടപെടലുകൾ എന്നിവയാണ് സാമൂഹിക ബന്ധങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സാമൂഹിക ബന്ധങ്ങളുടെ അടിസ്ഥാനം സാമൂഹിക ഘടനയും സാമൂഹിക സ്ഥാപനങ്ങളും ആണ്. ഒരു സമൂഹ സ്ഥാപനം എന്ന നിലയിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ സഹകരണം, കരുതൽ, വാത്സല്യം തുടങ്ങിയവയും കൂട്ടുകാരുമായുള്ള സൗഹൃദത്തിലൂടെ ലഭിക്കുന്ന ആഴമേറിയ ബന്ധങ്ങൾ, സമ്പർക്കങ്ങൾ, കൂട്ടായ്മ തുടങ്ങിയവയെല്ലാം സാമൂഹിക ബന്ധങ്ങൾക്ക് ഉദാഹരണം ആണ്. അപ്പൊ അത് വാത്സല്യമായിക്കോട്ടെ, കുടുംബത്തിലെ അംഗങ്ങളുടെ സഹകരണമായിക്കോട്ടെ, കൂട്ടുകാരുടെ സൗഹൃദങ്ങൾക്കിടയിൽ ലഭിക്കുന്ന ആഴമേറിയ ബന്ധങ്ങൾ, ഇവയെല്ലാം സാമൂഹിക ബന്ധങ്ങൾക്ക് ഉദാഹരണം ആണ്. ഇനി സാമൂഹിക സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൃത്യമായ ചട്ടക്കൂടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി വ്യക്തികൾക്ക് സമൂഹത്തിലുള്ള സ്ഥാനം, പങ്ക്, നിലനിൽപ്പ്, ഉത്തരവാദിത്വം തുടങ്ങിയ എല്ലാം കൂടെ ചേർന്നിട്ടാണ് സാമൂഹിക ഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യാ നിരക്കും സമൂഹവും. ആത്മഹത്യയെ വ്യക്തിപരമായ കാര്യം മാത്രമായി കണ്ടിരുന്ന കാലത്താണ് സമൂഹശാസ്ത്രത്തിന് അടിത്തറയിട്ടവരിൽ പ്രധാനിയായ എമിൽ ദുർഖീം അതിന് പിന്നാലെ സാമൂഹിക കാരണങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചത്. തന്റെ പഠനത്തിലൂടെ ആത്മഹത്യകൾക്ക് പിന്നിൽ വ്യക്തിപരമായ കാരണങ്ങളെക്കാൾ സാമൂഹിക കാരണങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. 1897 പ്രസിദ്ധീകരിച്ച സൂയിസൈഡ് എന്ന പുസ്തകത്തിലാണ് അദ്ദേഹം തന്റെ കണ്ടെത്തലുകൾ അവതരിപ്പിച്ചത്. അതായത് പേഴ്സണൽ ആയിട്ടുള്ള പ്രോബ്ലത്തിനേക്കാൾ കൂടുതൽ സോഷ്യൽ ആയിട്ടുള്ള കാരണങ്ങളാണ് ആത്മഹത്യാ നിരക്ക് എന്നിട്ടുള്ള കാര്യങ്ങൾ ആര് പറഞ്ഞിട്ടുണ്ട്? സൂയിസൈഡ് എന്ന് പറഞ്ഞിരിക്കുന്ന പുസ്തകത്തില് എമിൽ ദുർഖീം പറഞ്ഞിട്ടുണ്ട്. എമിൽ ദുർഖീം. ഈ ലിംഗപദവി അനുസരിച്ചുള്ള ഇന്ത്യയിൽ തൊഴിൽ പങ്കാളിത്ത നിരക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 2017-18 തൊഴിൽ പങ്കാളിത്ത നിരക്ക് പുരുഷന്മാർക്ക് 75.1 സ്ത്രീകൾക്ക് 21.1 ആയിരുന്നു. 2022 മുതൽ 23 കാലഘട്ടം ആയപ്പോഴത്തേക്കും പുരുഷന്മാരുടേതും 75-ൽ നിന്ന് 77-ലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുടേതാണ് എങ്കിൽ 31.6-ലേക്ക് മാറിയിട്ടുണ്ട്. 10% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ത്രീകളുടേത്, പുരുഷന്മാരുടേത് 2%. ഇതാണ് കുറച്ചുകൂടെ വ്യത്യാസം. നമുക്ക് അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. 2017 സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പുരുഷന്മാരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക്, സ്ത്രീകളുടേത് 2022-23 സർവേ പ്രകാരം 77.4 തൊഴിൽ പങ്കാളിത്ത നിരക്ക് പുരുഷന്മാരുടേത്, സ്ത്രീകളുടേതാണെങ്കിൽ 31.6. ഇനി സമൂഹ ശാസ്ത്ര സങ്കല്പത്തിന്റെ സവിശേഷതകളാണ് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിശാലമായ വ്യക്തിഗത വീക്ഷണം, സാമൂഹിക പ്രശ്നങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കുന്നത്, സ്വയം പ്രതിഫലനം, അനുതാപവും സഹിഷ്ണുതയും, വിമർശനാത്മക ചിന്ത, ഗുണാത്മകമല്ലാത്ത ചോദ്യം ചെയ്യൽ. ഇനി സാമാന്യ ബോധജ്ഞാന സമീപനവും സമൂഹശാസ്ത്ര സങ്കല്പവും. അതായത് നമ്മുടെ ഇമാജിനേഷനും നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളും തമ്മിലുള്ള ഡിഫറൻസ്. ഈ വ്യക്തിഗത വീക്ഷണങ്ങളും അനുഭവങ്ങളും മാത്രമേ ഇവിടെ വരത്തുള്ളൂ, ഈ സാമാന്യ ബോധജ്ഞാനത്തിനകത്ത് വരത്തുള്ളൂ. പക്ഷെ ഇതെന്ത് ചെയ്യുന്നുണ്ട്? സമൂഹ ഘടനയുമായി ബന്ധിപ്പിക്കുന്നതിനാൽ ഇത് കുറച്ചുകൂടെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു വേർഷനാണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് പറഞ്ഞത്. ഇനി ഈ സാമാന്യ ബോധജ്ഞാനം വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കി പറഞ്ഞിരിക്കുന്നു. അതായത് അതിന്റെ സർഫസ് ആയിട്ടുള്ള വിശദീകരണം മാത്രമേ ഉള്ളൂ. അതേസമയം ഇമാജിനേഷനകത്താണെങ്കിൽ ഡീപ്പ് ആയിട്ടുള്ള വിശകലനം സാധ്യമാക്കുന്നുണ്ട്. സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും പ്രശ്നങ്ങളെയും വിമർശനാത്മക ചിന്തയിലൂടെ സമീപിക്കുന്നില്ല. പക്ഷേ സാമൂഹിക ശാസ്ത്ര സങ്കല്പം എന്ത് ചെയ്യുന്നുണ്ട്? വിമർശനാത്മകമായി ചിന്തിക്കുന്നതിന് പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇത് നമ്മൾ 2-3 പ്രാവശ്യം ഇത് എടുത്തു വെച്ച് വായിച്ചെങ്കിൽ മാത്രമേ ഇതിനകത്തുള്ള കുറച്ചുകൂടെ കണ്ടന്റ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. നോർമലി ഒരു കാര്യം പഠിക്കുന്നത് പോലെയല്ല,
പക്ഷെ ഇതിനകത്തുനിന്ന് എന്ത് ചോദ്യം വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നമ്മളിപ്പം ഇങ്ങനെയുള്ള PDF ചെയ്ത് കൊടുക്കുന്നുണ്ട്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പുതിയ ടെക്സ്റ്റ് റിലേറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലെ ആയിരിക്കും നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. കോളം കട്ടിങ്സ് എല്ലാം അതുപോലെ തന്നെ കൊടുക്കും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഈച്ച് ആൻഡ് എവരി പോയിന്റ് നോട്ട്സ് ആയിട്ട് ഇതേ ഫോർമാറ്റിലാണ് കൊടുക്കുന്നത്. അപ്പം താല്പര്യമുള്ളവർക്ക് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 6 PDF ചെയ്തിട്ടുണ്ട്. 10th സ്റ്റാൻഡേർഡിലത് പാർട്ട് 1 കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1 ചാപ്റ്റർ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഓരോ ദിവസവും ഞാൻ ഓരോ ചാപ്റ്റേഴ്സ് വെച്ചിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇനിയും വരുന്ന LP UPക്കായാലും LDCക്കായാലും LGSകാർക്കായാലും പിന്നെന്താണ് +2 ലെവൽ CPO പോലെയൊക്കെയുള്ള പരീക്ഷകൾക്കായാലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമ്മൾ ആദ്യം സോഷ്യൽ സയൻസ് ആണ് ചെയ്യുന്നത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെ പുതിയ അപ്ലോഡ് ആയിട്ടുള്ള ടെസ്റ്റസ് അനുസരിച്ച് ഓരോന്നും നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫുൾ ആയിട്ടുള്ള ടെക്സ്റ്റ് അവൈലബിൾ ആയിരിക്കും. കൂടാതെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഇങ്ങനത്തെ നോട്ട്സും നിങ്ങൾക്ക് ആവും. ഇതാകുമ്പം നമുക്ക് ടെക്സ്റ്റിനകത്ത് ഏതോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ. ഇപ്പം ഇതാകുമ്പോൾ ഓരോ പോയിന്റിനെയും ഇങ്ങനെ ആക്കി വെക്കുന്നതും കോളം കട്ടിങ്സ് കിട്ടുന്നത് കൊണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ ഒരു ചാപ്റ്റർ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ടെക്സ്റ്റ് നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ അങ്ങ് ബോറടിച്ചൊരു പഠിച്ച് എന്നിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായിരിക്കും. നോട്ടൊക്കെ എഴുതി തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ അത് ചേരാവുന്നതാണ്. വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മളിത് ചെയ്യുന്നത്. 99 രൂപയാണ് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. 8078962109. ഇതുപോലെ നമ്മൾ NCERTയുടേതും കൊടുക്കുന്നുണ്ട്. അതിന് 199 ആണ്. 80 ചാപ്റ്റേഴ്സ് ആണ് അതിനകത്ത് വരുന്നത്. മിക്കവാറും ഉള്ള സബ്ജക്റ്റുകളെല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. 199 ആണ് NCERTയുടേത്. PDF-ഉം ഓഡിയോ നോട്ട്സും അവിടെയുണ്ട്. ഇത് ജസ്റ്റ് PDF മാത്രമാണ് വരുന്നത്. PDF ഇങ്ങനെയുള്ള നോട്ട്സും ആണ് വരുന്നത്. ഇതിന് 99 രൂപയാണ് SCERTയുടേത് വരുന്നത്. ഇതിനകത്ത് NCERT അത് 199 ആണ് പ്രൈസ് വരുന്നത്. ഇപ്പൊ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു.